ചെയ്തുമ്മ? നേരം നോക്കിയാലും കളി. എടാ ആനക്കൂടെ കളിച്ചിരിക്കാണ്ടിന്റെ അടുക്കളൊന്നും സഹായിച്ചൂടെ? കാട്ടുകളാ എന്താണ് കലാത്തിക്കണത്? വെറുതെ ഇങ്ങനെ ഇരുന്ന് മുണുങ്ങാനേ നല്ല തൊള്ള വെച്ചുണ്ടാക്കണല്ല. ഇവിടെ ഇത് കണ്ട് തിന്നിരിക്കണെങ്കിലേ പണിയെടുക്കണം. ചെറിയ കുട്ടിയൊന്നുണ്ടോ? വയസ്സ് 10 ആയില്ലേ? എന്താ പണിയെടുത്താലേ? ബാക്കിയുള്ള രാവിലെ തുടങ്ങിയത് അതിന്റെ ഉള്ളില് ഒരു റെസ്റ്റും ഇല്ല. അതിനെങ്ങനെയാ തൊള്ള പണി കൊണ്ട് ഓട്ടോക്കാരെ കൂടെ ഒളിച്ചോട് പോയിട്ടിരിക്കല്ലേ? ബാക്കിയുള്ളവന്റെ തലേന്റെ മുകളല്ലേ കിടക്കണതല്ല? ഓ ഏത് നേരത്താണോ ഈ കുടുംബത്തേക്ക് വരാൻ തോന്നിയത്? ഒരു പൂങ്കണ്ണീര് ഒരു കാര്യം പറഞ്ഞത് കേൾക്കില്ല. ആ അതിന്റെ കാര്യങ്ങളൊക്കെ ഏകദേശം പറഞ്ഞു വെച്ചിട്ടുണ്ട്. നീ ഏതായാലും ഒരു കാര്യം ചെയ്യ്, നാളെ ഒന്ന് കടയിലേക്ക് വാ, നാളെ സംസാരിക്കാം കേട്ടോ. ആ ഞാൻ വൈകുന്നേരം കുറച്ച് കഴിഞ്ഞാൽ ഇറങ്ങും. ആ ഓക്കെ ഞാൻ വിളിക്കാം. മോനെ എന്താടാ, എന്തു പറ്റി നിനക്ക്? എന്തിനാ മോനെ കണ്ണു തുറന്നിരിക്കുന്നേ? എന്താ മോനെ, എന്താ പറ്റിയേ? അതൊക്കെ അടക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ എന്റെ തൊള്ളൊന്ന് അടക്കി. അല്ലെങ്കിൽ പിന്നെ തൊള്ളടക്കാഞ്ഞിട്ടാ. എന്താ മോനെ പറ, എന്താ പറ്റിയേ? അതെ ഞാൻ നാളെ രാവിലെ വീട്ടിൽ പോകും. എന്റെ മൂത്തമ്മാന്റെ മോള് വന്നിട്ട് ഗൾഫിൽ നിന്ന്, അവളെ കാണണം. അതിന് നീ എന്തിനാ പോകുന്നേ? അവർ ഇങ്ങോട്ട് വരല്ലേ വേണ്ടേ? അതല്ലേ നാട്ടു നടപ്പ്. അതെ അതിന്റെ ഏട്ടത്തെയാണ്, ഓളെ ഞാൻ അവിടെ പോയിട്ട് കാണുക വേണ്ടത്. ഈ നാട്ടിലൊക്കെ സാധാരണ ഗൾഫിൽ നിന്ന് വന്നവര് ഇവിടേക്കാ കാണാൻ വരാറ്. ഓ സാധാരണ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഉള്ള അവിടെ നടക്കുന്നത്. എന്തായാലും ഞാൻ പോകും, 4 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. 4 ദിവസോ? നീ എന്തായി പറയുന്ന റസി? അപ്പൊ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആരാ നോക്കുക? എന്താ ചായക്കോളി, എനിക്കൊന്നും അറിയണ്ട. മോന് 4 ദിവസം സ്കൂളിൽ പോണ്ട. നീ അവിടെ പോയിന്നാൽ എങ്ങനെയാ? എനിക്ക് പണിക്ക് പോണ്ടേ? അനക്ക് അന്റെ കാര്യം മാത്രം മതി അല്ലേ? എടാ എന്റെ കാര്യം എനിക്ക് അറിയുന്നതല്ല മോളെ. നിങ്ങൾ എന്താ എന്നെ പണ്ട് കാര്യമില്ല, ഞാൻ എന്തായാലും പോകും. പിന്നെ ഈ ചേട്ടനെ ഞാൻ പറ്റുമെന്നല്ലോ, അതിന്റെ ഒളിച്ചോടി പോയി തള്ളാനെ പോയി വിളിച്ചിട്ട് പോയോ? ഞാൻ നോക്കുന്നില്ല, വേണേ സ്കൂളിൽ പോയാൽ മതി. ഇക്കെന്താ ഇതിനൊക്കെ ഞാനെന്തിനാ നോക്കണത്? മോശമിക്കണ്ട കേട്ടോ, ഉമ്മ വെറുതെ പറഞ്ഞതാണ്. ഉമ്മ ഇങ്ങോട്ട് പോവില്ല കേട്ടോ. നീ എന്താടാ ഇങ്ങനെ നിൽക്കുന്നേ? മോൻ വിഷമിക്കണ്ട കേട്ടോ. ഉമ്മ വെറുതെ പറഞ്ഞതാണ്. ഉമ്മച്ചി എങ്ങോട്ടും പോവില്ല, വേഗം ഇങ്ങോട്ട് വരും കേട്ടോ. വെറുതെ പറഞ്ഞല്ലോ ഉപ്പാ. ഉമ്മ സത്യം മാത്രമേ പറയുള്ളൂ. എന്താ മോൻ അങ്ങനെ പറഞ്ഞേ? എന്റെ ആദ്യത്തുമ്മ എപ്പോഴും കളവ് പറയും. പഠിച്ചില്ലെങ്കിൽ ചോറ് തരൂല, പട്ടിണിക്കിടും, പുറത്ത് കളിക്കാൻ പോയ അടി കിട്ടുന്നൊക്കെ. ഉമ്മ ഇങ്ങനൊക്കെ പറഞ്ഞാലും എന്നെ അടിക്കൂല. എനിക്ക് ചോറും തരും. പക്ഷെ ഇപ്പത്തുമ്മ അങ്ങനല്ല ഒപ്പിച്ചേ, പറഞ്ഞ അങ്ങനെ തന്നെ ചെയ്യും. പണിയെടുക്കാതെ ഹോംവർക്ക് ചെയ്തപ്പോ ചോറ് തരൂലെന്ന് പറഞ്ഞു. അതുപോലെ അന്ന് ഞാൻ ചോറ് നാണ്ട ഉറങ്ങിയത്. വിശന്നിട്ട് ഓട്ടം കഴിഞ്ഞപ്പോ
ഉമ്മാനോട് ചോറ് വെച്ച്. ഇപ്പൊ പറയാ വെള്ളം കുടിച്ചോന്ന്. പിന്നെ സ്കൂളില് ഫുൾ മാർക്ക് വാങ്ങി വന്നപ്പോ എന്നെ അടിക്കുകയും ചെയ്തു. എന്തായാലും ഉമ്മച്ചി പോവും, ഇക്ക് ഉറപ്പാണ്. വിഷമിക്കില്ല മോൻ, മോനിപ്പില്ല.